ഡൽഹിയിൽ ഗുണ്ടാ സംഘത്തിലെ 4 കൊടും കുറ്റവാളികളെ വെടിവെച്ചു കൊന്നു. ബീഹാർ ഡൽഹി പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിടെയാണ് വെടിവെപ്പ് ഉണ്ടായത്. നിരവധി കേസുകളിൽ പ്രതികളായ 4 ബീഹാറുകാരാണ് കൊല്ലപ്പെട്ടത്. നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, എന്താണ് സംഭവം? രഞ്ജൻ പഥാക് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ്, ഇയാൾക്ക് കീഴിലുള്ള ഗുണ്ടാ സംഘത്തിലെ 4 പേരാണ് ഇന്നിപ്പോൾ ബീഹാർ പോലീസിന്റെയും അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗവും നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടവർ ബീഹാറിൽ നിന്നുമുള്ളവരാണ്, ബീഹാറിലെ സീതാമർഹി ജില്ലയിൽ നിന്നുമുള്ളവരാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ കൊടും ക്രിമിനലുകളാണ്, കൊലപാതക കേസിലെ പ്രതികളാണ്, മോഷണ കേസുകൾ, പിടിച്ചുപറി, അതേപോലെ തന്നെ സ്ത്രീപീഡനം അടക്കമുള്ള കേസുകളിലെ ഈ പ്രതികളാണ് കൊല്ലപ്പെട്ടത്. ഈ ബീഹാർ പോലീസിന്റെയും അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘവും ഇവരെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി എത്തിയതാണ്. അപ്രതീക്ഷിതമായി ഇവർക്കെതിരെ ഈ ഗുണ്ടകൾ പോലീസിനെതിരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് തിരിച്ചും വെടിവെക്കേണ്ടി വന്നു. ആ വെടിവെപ്പിലാണ് ഈ ഗുണ്ടാ സംഘത്തിലുള്ള 4 പേർ, ഗുണ്ടാ നേതാവ് അടക്കമുള്ള 4 പേർ കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഡൽഹിയിലെ രോഹിണിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവരെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്, മറിച്ച് ഇവരെ പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ബീഹാർ പോലീസിന്റെ പ്രത്യേക സംഘവും അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ചും ഈ രോഹിണിയിൽ ഇവർ താമസിക്കുന്ന ഇവരുടെ ഒരു സങ്കേതത്തിലേക്ക് എത്തുന്നത്. പോലീസ് എത്തിയത് മനസ്സിലാക്കി ഈ പോലീസിന് നേർക്ക് ഇവർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ബീഹാർ പോലീസിന്റെ സംഘവും ഡൽഹി പോലീസിന്റെ സംഘവും തിരിച്ചു വെടിയുതിർത്തത്. അങ്ങനെയാണ് 4 പേർ കൊല്ലപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് പരിക്കുകൾ ഏൽക്കുകയായിരുന്നു. പിന്നീട് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇവരുടെ മരണം സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റ് അന്വേഷണം, അതായത് ആഭ്യന്തര അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി പോലീസിന്റെയും ഡൽഹി പോലീസിന്റെയും ബീഹാർ പോലീസിന്റെയും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. ദേവിക.